റൈസ് സമ്പി സീസൺ 3 അതിൽ ഞാനും ജോയിൻ ആയതല്ല, ജോയിൻ ആക്കിപ്പിച്ചതാണ്. മനസ്സിലായില്ലല്ലേ? ഞാൻ മനസ്സിലാക്കിപ്പിക്കാം. ഓറസ് ഗീവർ എൻ്റെ അടുത്ത് വന്ന് കാല് പിടിച്ച് പറഞ്ഞു ഗൈസ് സർവറിൽ കയറണമെന്ന്. ഓറസ് ഗെയിമർ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീടിന്റെ കടന് വേണ്ടി പറഞ്ഞാടാ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ റൈസ് സമ്പിയിലെ ബേസ് കാണിക്കാൻ പോവാണ്, നിങ്ങളെയും ഫോറസ്റ്റിനെയും. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. അയ്യോ കോപ്പറേറ്റ് ഇട്ടു, ഞാൻ തന്നെ ഓടാം. ഇതാണ് എൻ്റെ ബ്രീഡ് ഫാം. വില്ലേജസിന് വേണോ? കൊണ്ടുപോയിക്കോ, 2 എണ്ണം വേണം, 10 എണ്ണം കൊണ്ടുപോയിക്കോ. ഇതാണ് ഞങ്ങളുടെ ലാവാ ഫാം. വീടിൻ്റെ അടുത്ത് 3 ലാവാ ഫാം ഉണ്ട്. യാ, ഇതിപ്പോ തൽക്കാലം ലാവ ഫാം, അൺലിമിറ്റഡ് ലാവ. ഇതാണ് എൻ്റെ ബാംബു ഫാം. ഇത് എന്തിനാ തുടങ്ങിയെന്ന് എനിക്കറിയില്ല, ചുമ്മാ രസത്തിന് തുടങ്ങിയ. ഇല്ല 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 വന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ രജിസ്റ്ററിൻ്റെ അനിയനെന്ന് കേട്ടില്ലേ? അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, എക്സ്പ്ലനേഷൻ ചെയ്തുതരാം. അതായത് ഞാൻ ഫ്രീ ഫയറിൻ്റെ അകത്ത് ഒരു ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൽ ഫസ്റ്റ് റൗണ്ടിൽ വെയ്സ് എടുത്ത്, സെക്കൻഡ് റൗണ്ടിൽ ഈസ് എടുത്ത്, തേർഡ് റൗണ്ടിൽ ഈസ് എടുക്കാൻ പോയപ്പോൾ ചത്തുപോയി. അത് കണ്ടിട്ട് അവർ റീസ്റ്റാറിൻ്റെ അനിയാന്ന് വിളിക്കുന്നു. നിങ്ങളാ 3ാമത്തെ റൗണ്ടിൽ ഈസ് എടുത്ത് നീ ഹാക്കറെന്ന് വിളിച്ചേന്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒബ്സർവർ അറിഞ്ഞു കൊടുത്തത്. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ ഈ ഫാം, ബാംബു ഫാമിന് 16 ഒബ്സർവറിൻ്റെ മണ്ടക്ക് വെക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ വെച്ചിട്ട് നടക്കുന്നില്ല, ബട്ട് ഫോറസ്റ്റ് വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അവനെ ബംഗാളി പണിയെടുപ്പിക്കാം. എല്ലാ പ്രാവശ്യം ഞാൻ ഒബ്സർവർ റെഡിയാക്കിയിട്ട് ഇതേപോലെ ഒന്ന് അവനെ പണി ചെയ്യിപ്പിക്കാം. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഇതേപോലെ ഒക്കെ അകത്ത് നിന്നെ ഇവിടെ വിളിച്ചിട്ട് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം. എനിക്ക് ഇങ്ങനെ വെക്കുന്ന ഇഷ്ടം. ഇതാണ് എൻ്റെ റെൻ പോർട്ടൽ. ബിൽഡൊക്കെ ചെയ്യണം, പതിയെ ചെയ്യും. കത്തിക്കാൻ പറ്റൂല, കാരണം എൻ്റെ ഓപ്പൺ ആയില്ലല്ലോ. ഇവനായിട്ട് കത്തിക്കാം. കത്തത്തില്ല, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തയാ. എൻ്റെ അയ്യഫാം നിലവിൽ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന സോബി നാട് വിട്ടു പോയി. അവന് അമ്മൂമ്മയുടെ വീട്ടിൽ പോകണമെന്ന് പറയുകൊണ്ട് അവൻ അമ്മൂമ്മേനെ കാണാൻ പോയിരിക്കുക. നാളെ വരും. ഇനി എൻ്റെ ട്രേഡ്, എൻ്റെ ഈ ലോകത്ത് എനിക്ക് ഇത്രയും പൈസ തരും നാളെ ഞാൻ കാണിച്ചു തരാം. ഇതാണത്, ഫുൾ ഫാം. ഇഷ്ടം പോലെ ഉണ്ട്, ഇനിയും വലുതാക്കൂ. അകത്തിരിക്കാൻ ഫുള്ളൊക്കെ എടുത്ത് നീ വിറ്റോടാ, പൈസ ആവശ്യം വരും. ഇതാണ് എൻ്റെ കൗ ഫാം. എൻ്റെ അല്ല, എൻ്റെ അനിയൻ്റെ കൗ ഫാം. അവൻ ഉണ്ടാക്കിയത്, കസിനാണ്, ബന്ധത്തിലുള്ള ഞാൻ കേട്ടാ. അവൻ്റെ കൗ ഫാം. ഇനി ഞാൻ ഇത്രയും ഡയമണ്ട് ആർമറൊക്കെ ഒപ്പിച്ചത്, പിക്കാസൊക്കെ ഒപ്പിച്ചത്, അതെല്ലാം എൻ്റെ ഈ മനോഹരമായ ഒരു ഫാം കാണിച്ചു തരാം. ബാ, നിനക്ക് ഫുഡ് ഉണ്ടാടേ? ഫുഡ് വേണ? ഇതാണ് എൻ്റെ ട്രേഡിങ് ഹാൾ നിലവിൽ. ഇനി ബുക്കൊക്കെ വിൽക്കുന്ന ട്രേഡിങ് ഹാൾ വരും. ഇവരൊന്നും മാക്സ് ആക്കിയിട്ടില്ലടാ, ഐഫാം അടിച്ചു പോയില്ലേ. അപ്പോൾ മാക്സ് ആക്കാൻ പറ്റൂല. നീ ഒരുപാട് കൊഞ്ചണ്ട. അതിന് ഓൾറെഡി അവൻ 5 ഗേൾഫ്രണ്ട് ഉള്ളതാണ്. നീ അവൻ ഒരുപാട് കൊഞ്ചണ്ട, നിന്നെ അവൻ ഗേൾഫ്രണ്ട് ആക്കൂല. ആണ് എൻ്റെ വീറ്റ് ഫാം. ഇതാണ് എൻ്റെ നിലവിലെ ബേസ്. ഇവിടെ വരും, ആകാശം നോക്കി ഉറങ്ങും, നല്ല കാറ്റും കൊതുകും ഉണ്ട്. അപ്പൊ നിന്റെ ബേസ് കാണിച്ചു. സർവറിൽ ഓണറാന്ന് പറയട്ടെ, എന്ത് കാര്യം, ഒന്നും തുടങ്ങത്തില്ല. നിനക്ക് വില്ലേജറിന് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാതെ ഒന്ന് എടുത്തോ, നോ പ്രോബ്ലം. എത്ര വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. കൊണ്ടുപോവുകയാണെങ്കിൽ ആ സൈഡിൽ ഇരിക്കുന്ന കൊണ്ടുപോകണേ. ഈ 2 എണ്ണം ഇവിടെ ഈ പണി ചെയ്യുന്ന 2 വില്ലേജസിന് കൊണ്ടുപോയില്ലേ, അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് നിന്ന് പോവും. മനസ്സിലായ? ആ, നിനക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് 5ഓ 10ഓ കൊണ്ടുപോവാ. ഇതിൻ്റെ അകത്തുനിന്ന് 1 പോലും എടുത്തോല്ലേ.
ഇല്ലാഹി രാജു ഓർച്ച അതിന്റെ ഇടക്കരൊക്കെ കാണുന്നത് എന്തോന്നാണ് ഇത്? ഇത് എൻ്റെ ഇവിടുത്തെ ലാസ്റ്റ് ഫാം. ഞാൻ ഈ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് തുടങ്ങിയൊരു ഫാമായത്. എടാ പോയി ചത്താ. സ്റ്റോൺ ഫാം. ഇത് ഏതോ ഒരു പട്ടി വന്ന് വെള്ളം ഒഴിച്ചതാ. ഉറച്ചേ ഞാൻ നിനക്ക് ഗവ് ചെയ്യുവാണ് 21 റൗണ്ട്. പോയി ആഘോഷിച്ചോ. എനിക്കറിയാം 21 റൗണ്ടൊന്നും കിട്ടത്തില്ലെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചോ, ഐസ്ക്രീമാ എന്തെങ്കിലും. എന്റെ ഡയമണ്ട് എനിക്ക് തന്നെ ആയിരുന്നാടാ. ഇനി നീ നേരെ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. അപ്പം എൻ്റെ വേറിൽ വല്ല ഗോവയിലുണ്ടാളേ കഴിഞ്ഞ വർഷത്തോളം 500 രൂപ കാണൂ. ഉറപ്പല്ലേ? 500 രൂപക്ക് വേണ്ടിയാ ഞാൻ എത്രയൊക്കെ എത്തിയത്. അപ്പം എൻ്റെ സോംബി വരുമ്പം ഞാൻ നിന്നെ അടുത്ത പ്രാവശ്യം വിളിക്കാം, കുറച്ച് അയന്നു വിടാം. നീ ആർക്കൊള്ളെങ്കിലും കൊടുത്തു. സോംബി ട്രിപ്പിന് പോയിരിക്കുന്നു. ഒരു ആവോ ഫോറസ്റ്റ് എങ്ങനെ പോയി എന്തുകൊണ്ടാണെന്നറിയില്ല. എനിക്കൊന്ന് ബിസി കാണും ചെക്കാൻ. സർവർ കുറേ ബഗ്ഗും കാര്യങ്ങൾ വരുന്നുണ്ട്, ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബഗ് നിങ്ങൾക്കൊല്ലം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഫോറസ്റ്റ് ഗെയിമിനെ അറിയിക്കാമെന്നാണ് കാര്യം. ആ ബഗ് ഫിക്സ് ചെയ്യണ്ടേ. ഞാൻ ഏകദേശം കുറേ എണ്ണം കണ്ടുപിടിച്ച്. ഞാൻ കണ്ടുപിടിച്ചില്ല, സർവർ പ്ലേയേഴ്സ് കണ്ടുപിടിച്ചിട്ട് എനിക്ക് അയച്ചത്. അപ്പോൾ ഞാൻ നേരെ പോയി പറഞ്ഞ് ഞാൻ ക്രെഡിറ്റ് ഒക്കെ വാങ്ങി.